Dear students, today we will discuss expert system architecture. കഴിഞ്ഞ ക്ലാസ്സിൽ നോളജ് ബേസ്ഡ് സിസ്റ്റംസിനെ കുറിച്ച് നമ്മൾ മെൻഷൻ ചെയ്തു. ഏതൊരു സോഫ്റ്റ്വെയറിനകത്ത് നോളജ് ബേസ് ഡാറ്റാബേസ് എന്നുള്ളതിന് പകരമായിട്ട് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുണ്ടോ അതിനെയാണ് നോളജ് ബേസ്ഡ് സിസ്റ്റംസ് എന്ന് പറയുന്നത്. ഈ നോളജ് ബേസ്ഡ് സിസ്റ്റംസ് ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആപ്ലിക്കേഷനാണ്. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആപ്ലിക്കേഷൻ ഒരു എക്സ്പേർട്ടിന് പകരമായിട്ട് സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ആൻസേഴ്സ് നൽകുകയോ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റമാണ്. അതിൻ്റെ ആർക്കിടെക്ചർ ജനറൽ ആയിട്ടുള്ളതാണ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഡയഗ്രാം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ആർക്കിടെക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഈ ഡയഗ്രാം വരയ്ക്കേണ്ടതായിട്ടുണ്ട്. So you can see some important components which are represented in the form of blocks. ഒരു റെക്റ്റാങ്കുലർ ബ്ലോക്സ് ആയിട്ട് കമ്പോണൻസിനെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, എന്തൊക്കെയാണ് കമ്പോണൻസ് എന്ന് നോക്കുക. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകാം. ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന വ്യക്തികളെ യൂസർ എന്ന് നമുക്ക് വിളിക്കാം. യൂസറിനെ സിംബോളിക്കായിട്ട് ലെഫ്റ്റ് സൈഡിൽ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു. യൂസർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാം യൂസർ ഇൻ്റർഫേസ്. സാധാരണ രീതിയിൽ യൂസർ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസർ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിലേക്ക് ഇൻട്രാക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ പ്രതലത്തിനാണ് യൂസർ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. യൂസർ ഇൻ്റർഫേസ് മാത്രമേ യൂസറിന് കാണാനൊക്കൂ. അതിനുള്ളിലെ കമ്പോണൻസ് ഇൻറ്റേർണൽ ആണ് മെഷീനകത്ത്. എക്സ്പ്ലനേഷൻ സബ്സിസ്റ്റം, ഇൻഫറൻസ് എൻജിൻ, നോളജ് ബേസ് എഡിറ്റർ, ഇത് മൂന്നെണ്ണമാണ് യൂസർ ഇൻ്റർഫേസിൽ നിന്ന് ഡയറക്റ്റായിട്ട് കാണുന്ന മറ്റ് കമ്പോണൻസ്. ഇനി എക്സ്പ്ലനേഷൻ സബ്സിസ്റ്റം കേസ് സ്പെസിഫിക് ഡാറ്റ എന്ന് പറയുന്ന ഒരു ബ്ലോക്കുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു. അതുപോലെ ഇൻഫറൻസ് എൻജിൻ കേസ് സ്പെസിഫിക് ഡാറ്റ ആയിട്ടും നോളജ് ബേസുമായിട്ടും ഇൻട്രാക്ട് ചെയ്യുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. അത് ബൈ ഡയറക്ഷണൽ ആരോസ് ആണ് കാണിച്ചിരിക്കുന്നത്. അതായത് വൺ വേ കമ്മ്യൂണിക്കേഷൻ അല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള കമ്മ്യൂണിക്കേഷൻ രണ്ട് കമ്പോണൻസ് തമ്മിൽ പോസിബിൾ ആണ്. ഇനി നോളജ് ബേസ് എഡിറ്റർ നോളജ് ബേസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാറുണ്ട്. അതും ബൈ ഡയറക്ഷണൽ ഫ്ലോ ആണ് കാണിച്ചിരിക്കുന്നത്. ഇതാണ് ബേസിക് സ്ട്രക്ചർ. ഇത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് എക്സ്പ്ലനേഷനിലേക്ക് കടക്കാം. എക്സ്പ്ലനേഷനിലേക്ക് പോകുമ്പോൾ തിരിച്ച് ഈ ഡയഗ്രത്തിലേക്ക് വീണ്ടും വരേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം. എക്സ്പേർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു നോളജ് ബേസ്ഡ് സിസ്റ്റമാണ്. ഇത് ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റമാണ്. ഈ സോഫ്റ്റ്വെയർ സിസ്റ്റത്തിലെ ഏറ്റവും കാതലായ കോർ പാർട്ട് എന്ന് പറയുന്നത് അതിനുള്ളിലെ നോളജ് ബേസ് എന്ന് പറയുന്ന ഒരു കമ്പോണൻ്റ് ആണ്. നോളജ് ബേസ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കളക്ഷൻ ഓഫ് നോളജ് ആണ്. നമ്മൾ ഡാറ്റാബേസിൽ പഠിച്ചതുപോലെ ഡാറ്റാബേസ് ഈസ് എ കളക്ഷൻ ഓഫ് ഇൻ്റർ റിലേറ്റഡ് ഡാറ്റ എന്ന് പറഞ്ഞതുപോലെ നോളജ് ബേസ് ഈസ് എ കളക്ഷൻ ഓഫ് ഇൻ്റർ റിലേറ്റഡ് നോളജ് ആണ്. ഇനി എക്സ്പേർട്ട് സിസ്റ്റംസ് നമ്മൾ നിർമ്മിക്കുന്ന സമയത്ത് ഒരു എക്സ്പേർട്ട് സിസ്റ്റത്തിന് ആവശ്യം വേണ്ടുന്ന ചില ഘടകങ്ങളുണ്ട്. അത് ജനറലായിട്ട് എന്തൊക്കെ ആയിരിക്കണം എന്നുള്ളതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് ഇവിടെ കാണുന്ന 6 കമ്പോണൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. യൂസർ ഇൻ്റർഫേസ്, എക്സ്പ്ലനേഷൻ സിസ്റ്റം, ഇൻഫറൻസ് എൻജിൻ, നോളജ് ബേസ് എഡിറ്റർ, കേസ് സ്പെസിഫിക് ഡാറ്റ, നോളജ് ബേസ്. ഓരോന്നും നമുക്ക് വിശദമായിട്ട് പഠിക്കാം. ഞാൻ ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പോണൻസ് ആണ് അടുത്ത സ്ലൈഡിൽ നിങ്ങൾക്ക് കാണുന്നത്. ഓക്കെ, അതിൽ കേസ് സ്പെസിഫിക് ഡാറ്റ എന്ന് പറയുന്ന കമ്പോണൻറ്റിനെ വർക്കിംഗ് മെമ്മറി എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻ്റർഫേസും നോളജ് ബേസും ഇൻഫറൻസ് എഞ്ചിന്, വർക്കിംഗ് മെമ്മറി, എക്സ്പ്ലനേഷൻ സബ്സിസ്റ്റം ആൻഡ് നോളജ് ബേസ് എഡിറ്റർ, ഇത്രയാണ് പ്രധാനപ്പെട്ട കമ്പോണൻസ് ആയിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്യേണ്ടത്. ഇനി ഓരോ കമ്പോണൻറ്റും വിശദമായിട്ട് നമുക്ക് പരിശോധിക്കാം. ദ ഫസ്റ്റ് കമ്പോണൻറ്റ് ഈസ് യൂസർ ഇൻ്റർഫേസ്. ആ വാക്കിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം. യൂസർ ഇൻ്ററാക്ട്സ് വിത്ത് ദി സോഫ്റ്റ്വെയർ സിസ്റ്റം ത്രൂ എ യൂസർ ഇൻ്റർഫേസ്. നിങ്ങൾക്കറിയാമല്ലോ, ഒരു കമ്പ്യൂട്ടറിനകത്ത് ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ആ സോഫ്റ്റ്വെയർ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇൻവോക്ക് ചെയ്ത് ആക്ടിവേറ്റ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇൻ്റർഫേസ് പ്രത്യക്ഷപ്പെടും. ഡെസ്ക്ടോപ്പിനെ ഓവർലാപ്പ് ചെയ്തുകൊണ്ട് ഇത് അപ്പിയർ ചെയ്യും. അവിടാണ് നമ്മൾ മൗസ് ഉപയോഗിച്ചും കീബോർഡ് ഉപയോഗിച്ചും അല്ലെങ്കിൽ മൈക്രോഫോൺ ഉപയോഗിച്ചും ഇൻട്രാക്ഷൻ സാധ്യമാകുന്നത്.
അതിനെയാണ് യൂസർ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു എക്സ്പേർട്ട് സിസ്റ്റവും ഒരു നല്ല യൂസർ ഇൻ്റർഫേസ് യൂസറിന് കൊടുക്കണം. അതുവഴിയാണ് യൂസർ ആ സോഫ്റ്റ്വെയറുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യുന്നത്. സോ ഇറ്റ് പ്രൊവൈഡ്സ് യൂഷ്വലി ദ ഫോളോയിങ് ഫീച്ചേഴ്സ്. സാധാരണ നമ്മൾ ഒരു യൂസർ ഇൻ്റർഫേസ് നമ്മൾ നോക്കുമ്പോൾ, എക്സ്പേർട്ട് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇൻ്റർഫേസ് നമ്മൾ നോക്കുമ്പോൾ, ഇറ്റ് വിൽ ബി മെനു ഡ്രിവൺ. മെനൂസ് കാണും. ഓക്കെ, നമുക്ക് മൗസ് ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്തിട്ട് മെനൂസ് എടുക്കാം, സബ് മെനൂസ് എടുക്കാം. സബ് മെനൂസിൽ മെനു ഐറ്റംസ് ഓരോന്ന് ചൂസ് ചെയ്തിട്ടാണ് ഓരോ ഫംഗ്ഷനും നമ്മൾ നിർവഹിക്കുന്നത്. നാച്ചുറൽ ലാംഗ്വേജ് ഓർ എനി അതർ സ്റ്റൈൽ ഓഫ് ഇൻട്രാക്ഷൻ വിത്ത് ദ സിസ്റ്റം ഈസ് പോസിബിൾ. ഇനി ചില ഇൻ്റർഫേസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ മൈക്രോഫോണിൻ്റെ സിമ്പിൾ കാണും. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഗൂഗിളിനെ കുറിച്ച് പറഞ്ഞു. ഗൂഗിളിൻ്റെ ഇൻ്റർഫേസിനകത്ത് ഒരു മൈക്രോഫോൺ സിമ്പിളുണ്ട്. ആ മൈക്രോഫോൺ സിമ്പിൾ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൈക്രോഫോൺ ആക്റ്റീവ് ആവുകയും മൈക്രോഫോൺ ഉപയോഗിച്ച് നമുക്ക് സംസാരിച്ച് ഇൻപുട്ട് കൊടുക്കുകയും ചെയ്യാം ഗൂഗിൾ സെർച്ചിന് വേണ്ടി. അത് പറഞ്ഞതുപോലെ പല എക്സ്പേർട്ട് സിസ്റ്റംസിലും മോഡേൺ ഡേയിൽ നമുക്ക് നാച്ചുറൽ ലാംഗ്വേജിൽ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് കൊടുക്കാം സംസാരിച്ചുകൊണ്ട്. ഓക്കെ, ഇനി അല്ലെങ്കിൽ മറ്റ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മൗസ്, കീബോർഡ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇൻപുട്ട് ഡിവൈസസ് ഉണ്ടെങ്കിൽ അതുവഴിയുള്ള ഇൻ്ററാക്ഷൻസ് നമുക്ക് പോസിബിൾ ആകുന്ന ഒരു ഇൻ്റർഫേസ് ആയിരിക്കണം ഒന്ന്. അപ്പോൾ യൂസർ ഇൻ്റർഫേസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതാണ് നിങ്ങൾ വലത്തെ ഭാഗത്ത് കാണുന്ന ഡയഗ്രത്തിനകത്ത് കാണിച്ചിരിക്കുന്നത്. യൂസറിനെ നമുക്ക് സിംബോളിക്കായിട്ട് കാണിച്ചിരിക്കുന്നു. അത് ആദ്യം ബൈ ഡയറക്ഷനിൽ ഇൻട്രാക്ട് ചെയ്യുന്നത് യൂസർ ഇൻ്റർഫേസ്. അത് അങ്ങോട്ടും കൊടുക്കും. യൂസർ ഇൻ്റർഫേസ് വഴിയായിരിക്കും മറുപടിയും കിട്ടുന്നത്. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട കമ്പോണൻറ്റ്, ഇറ്റ് ഈസ് ദ നോളജ് ബേസ്. ഏറ്റവും കാതലായ ഭാഗമാണ് നോളജ് ബേസ് എന്ന് പറയുന്നത്. നമ്മളുടെ ബ്രെയിനിലും നോളജ് ബേസ് ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു ഇൻ്റലിജൻ്റ് ഡിസിഷൻ എടുക്കാൻ ഒക്കത്തില്ല. ചിന്തിക്കുക എന്നുള്ളൊരു പ്രോസസ്സ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ആധികാരികമായിട്ട് ഉപയോഗിക്കേണ്ടുന്ന റോ മെറ്റീരിയൽ എവിടെ ഇരിക്കുന്നത്? നമ്മളുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന അറിവ്, നോളജ്, ഡാറ്റ, ഇൻഫർമേഷൻ ആൻഡ് നോളജ്, അതാണ് ഉപയോഗിച്ചാണ് നമ്മളുടെ ബ്രെയിൻ പ്രോസസ്സിങ് ചെയ്ത് നമുക്ക് യുക്തമായ തീരുമാനങ്ങൾ എടുക്കാനായിട്ടുള്ള ഡയറക്ഷൻ തരുന്നത്. ഓക്കെ, അതുപോലെ ആർട്ടിഫിഷ്യലായിട്ട് നിർമ്മിക്കുന്ന ഈ സോഫ്റ്റ്വെയറിനകത്ത് നോളജ് ബേസ് എന്ന് പറയുന്നത് ഇറ്റ് കണ്ടെയ്ൻസ് ദ ഡൊമെയിൻ സ്പെസിഫിക് നോളജ് റിക്വയർഡ് ടു സോൾവ് ദ പ്രോബ്ലം. നിങ്ങൾക്ക് ഏത് പ്രോബ്ലമാണോ നിങ്ങൾക്ക് സോൾവ് ചെയ്യാനായിട്ട് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്, ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നോളജ് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഭാഗത്തിന് പറയുന്ന പേരാണ് നോളജ് ബേസ് എന്ന് പറയുന്നത്. നമ്മൾ എന്തുകൊണ്ടാണ് ഡൊമെയിൻ സ്പെസിഫിക് നോളജ് എന്ന് പറഞ്ഞത്? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഒരു എക്സ്പേർട്ട് സിസ്റ്റം നിർമ്മിക്കുന്നത് ഒരു പർട്ടിക്കുലർ ഡൊമെയിനിന് ആവശ്യമായിട്ടാണ്. മെഡിക്കൽ ഡയഗ്നോസ്റ്റിക് ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കോമൺ ആയിട്ടുള്ള മെഡിക്കൽ അസുഖങ്ങൾ ഡിറ്റക്ട് ചെയ്യുന്ന ഒരു എക്സ്പേർട്ട് സിസ്റ്റം ആണെങ്കിൽ അതിൻ്റെ ഡൊമെയിൻ മെഡിക്കലാണ്. ഓക്കെ, ഫോൾട്ട് ടോളറൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫോൾസ് കണ്ടുപിടിക്കാനായിട്ട് നെറ്റ്വർക്ക് ഡിസൈനിൻ്റെ പടം അതിനകത്തോട്ട് കൊടുത്തു കഴിഞ്ഞാൽ, സ്കാൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചില സോഫ്റ്റ്വെയർ അത് സ്കാൻ ചെയ്ത് ആ ഡയഗ്രത്തിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് കണ്ടുപിടിച്ച് നിങ്ങൾക്ക് ഉത്തരം തരും. അവിടെ നിങ്ങളുടെ ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് പ്ലാൻ ഐഡൻറ്റിഫിക്കേഷനാണ്. അപ്പോൾ ഓരോ നോളജ് ബേസും നിർമ്മിക്കുന്നത് ആ പർട്ടിക്കുലർ ഡൊമെയിനിലെ നോളജിനെ വെച്ചിട്ട്, അല്ലാതെ ലോകത്തുള്ള എല്ലാ സംഭവങ്ങളും ഒരുമിച്ചല്ല ഒരു നോളജ് ബേസിൽ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ഡൊമെയിൻ സ്പെസിഫിക്. ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട കമ്പോണൻ്റ് ആണ് ഇൻഫറൻസ് എൻജിൻ. എന്താണ് ഇൻഫറൻസ് എൻജിൻ എന്ന് പറഞ്ഞാൽ? ഇൻഫറൻസ് എൻജിൻ ഈസ് ആക്ച്വലി ദ പ്രോസസ്സിംഗ് യൂണിറ്റ് ഓർ ദ പ്രോസസ്സിംഗ് കമ്പോണൻറ്റ് ഓഫ് ആൻ എക്സ്പേർട്ട് സിസ്റ്റം സോഫ്റ്റ്വെയർ. ആ എക്സ്പേർട്ട് സിസ്റ്റം സോഫ്റ്റ്വെയറിനകത്ത് നോളജ് ബേസിൽ നിന്ന് അറിവെടുത്ത് റീസണിങ് ആൻഡ് തിങ്കിങ് എന്ന് പറയുന്ന ആ പ്രക്രിയ നമ്മളുടെ ബ്രെയിൻ ചെയ്യുന്നത് പോലെ ചെയ്യുന്ന ഒരു ആർട്ടിഫിഷ്യലായിട്ട് നിർമ്മിച്ചെടുക്കുന്ന ഒരു പ്രോഗ്രാമാറ്റിക് കമ്പോണൻ്റ് ആണ് ഇൻഫറൻസ് എൻജിൻ എന്ന് പറയുന്നത്. ആൻഡ് ഇൻഫറൻസ് എൻജിൻ ഈസ് യൂസ്ഡ് ടു റീസൺ വിത്ത് ബോത്ത് ദ എക്സ്പേർട്ട് നോളജ് സ്റ്റോർഡ് ആൻഡ് ഡാറ്റ സ്പെസിഫിക് ടു ദ പർട്ടിക്കുലർ പ്രോബ്ലം ബീയിങ് സോൾവ്ഡ്. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് നമ്മളൊരു ഡോക്ടറുടെ മുന്നിലേക്ക് ചെല്ലുകയാണെങ്കിൽ ഡോക്ടർ നമ്മളോട് ചോദിക്കും, എന്താ നിങ്ങളുടെ പ്രശ്നമെന്ന്. അപ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ ബേസിക് ആയിട്ട് ആ ഡോക്ടറിനോട് പറഞ്ഞെങ്കിൽ മാത്രമേ അയാൾ ആക്ച്വലായിട്ടുള്ള അസുഖം കണ്ടുപിടിച്ച് മരുന്ന് കുറിക്കാനൊക്കും. അപ്പോൾ ഡോക്ടറിന് ഇൻപുട്ടായിട്ട് കുറച്ച് ഇൻഫർമേഷൻ നമ്മൾ അങ്ങോട്ട് കൊടുക്കണം. ഓക്കെ,
നമുക്ക് തലവേദനയുണ്ട്, അല്ലെങ്കിൽ നല്ല ചൂട് അനുഭവപ്പെടുന്നു, അല്ലെങ്കിൽ ഛർദിലുണ്ട്, അല്ലെങ്കിൽ തലവേദനയുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ഇൻപുട്സ് നമ്മൾ കൊടുക്കണം. കൊടുത്ത ഡാറ്റയെ ബേസ് ചെയ്തിട്ടാണ് ഡോക്ടർ ഓരോ ചോദ്യങ്ങൾ ചോദിച്ച് ഫൈനൽ കൺക്ലൂഷൻ എത്തുന്നത്. അതുപോലെ ഒരു ഇൻഫറൻസ് എഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ഇൻഫറൻസ് എഞ്ചിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? നമ്മൾ കൊടുക്കുന്ന യൂസർ ഇൻ്റർഫേസ് വഴി കൊടുക്കുന്ന വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചില ഡാറ്റയുണ്ട്. ഡാറ്റ സ്പെസിഫിക് ടു ദ പർട്ടിക്കുലർ പ്രോബ്ലം. ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ ഒരു രോഗി അവരുടെ എക്സ്പെർട്ട് സിസ്റ്റത്തിൻ്റെ മുന്നിൽ വന്നിരിക്കുകയാണ്. അയാൾ അന്നേരം അനുഭവപ്പെടുന്ന പ്രയാസങ്ങളാണ് അയാളുടെ ഡാറ്റ എന്ന് പറയുന്നത്. അത് സ്പെസിഫിക് ടു ദാറ്റ് സിറ്റുവേഷനാണ്. അത് കൊടുക്കുമ്പോൾ ആ ഡാറ്റയും പിന്നെ നോളജ് ബേസിൽ ഇരിക്കുന്ന ചില ട്രൂത്ത്സ് ഉണ്ട്. നോളജ് ബേസിനകത്ത് എന്താ ഇരിക്കുന്നത്? സത്യങ്ങൾ അല്ലെങ്കിൽ ട്രൂത്ത് ഫാക്ട്സുകളാണ് നോളജിൻ്റെ രൂപത്തിൽ ഇരിക്കുന്നത്. അത് രണ്ടും കൂടെ ഉപയോഗിച്ചുകൊണ്ടാണ് റീസണിങ് എന്നുള്ള ഒരു പ്രോസസ്സ് നടക്കുന്നത്. നമ്മുടെ ബ്രെയിനിലും അത് തന്നെ, അല്ലെങ്കിൽ ഡോക്ടറുടെ ബ്രെയിനിലും അത് തന്നെ. നമ്മൾ കൊടുക്കുന്ന ഡാറ്റ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെക്കും. എന്നിട്ട് നമ്മളുടെ പഠിച്ച അറിവ് വേറൊരു സൈഡിലിരിക്കും. എന്നിട്ട് ബ്രെയിൻ എന്ത് ചെയ്യും? ഈ കിട്ടിയ ഇൻഫർമേഷനും പഠിച്ച അറിവും തമ്മിൽ ഒരു റീസണിങ് പ്രോസസ്സിന് വിധേയമാക്കും ഇന്റേണലി ബ്രെയിനിനകത്ത്. അപ്പോഴാണ് ആ റീസണിങ് പ്രോസസ്സ് മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ പ്രോസസ്സിങ് മുന്നോട്ട് പോയി നമുക്ക് കൺക്ലൂഷനിൽ എത്തിച്ചേരാവുന്നത്. ഇങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് പ്രോസസ്സ് ചെയ്യാൻ സഹായിക്കുന്ന പ്രോഗ്രാംസുകളാണ് ഇൻഫറൻസ് എഞ്ചിൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇൻഫറൻസ് എഞ്ചിൻ ഈസ് എ കളക്ഷൻ ഓഫ് പ്രോഗ്രാംസ് വിച്ച് ആക്ച്വലി ഡു ദ റീസണിങ് ഓർ ദ പ്രോസസ്സിങ് ടു ഫൈൻഡ് ദ സൊല്യൂഷൻ, ഉത്തരം കിട്ടാൻ വേണ്ടി, ഓർ ടു സോൾവ് പ്രോബ്ലംസ്. The expert knowledge will typically be in the form of if-then rules or any other modern knowledge representation. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ എക്സ്പെർട്ട് നോളജ് എവിടെ ഇരിക്കുന്നത്? നോളജ് ബേസിൽ. ഈ നോളജ് ബേസിൽ ഇരിക്കുന്ന നോളജ് നമുക്ക് പല രൂപത്തിൽ അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാം. അതിനെയാണ് നോളജ് റെപ്രസെൻറ്റേഷൻ മോഡൽസ് അഥവാ നോളജ് റെപ്രസെൻറ്റേഷൻ സ്കീംസ് എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു നോളജ് റെപ്രസെൻറ്റേഷൻ സ്കീം ഉപയോഗിച്ചായിരിക്കും നോളജ് ബേസിനകത്ത് നോളജ് ഇരിക്കുന്നത്. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇഫ് ദെൻ എന്നുള്ള ശൈലിയിൽ എഴുതപ്പെടുന്ന റൂൾസ് ആണ്, അല്ലെങ്കിൽ നോളജ് ആണ്. ഇഫ് സോ ആൻഡ് സോ ദെൻ സോ ആൻഡ് സോ. അപ്പം ഇഫ് കോൺസിക്വൻസ് ദെൻ ആക്ഷൻ എന്ന് പറയുന്ന രീതിയിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് നോളജിനെ ഇഫ് ദെൻ റൂൾസ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്ന നോളജ് ബേസ് വളരെ സുലഭമായിട്ട് നമുക്ക് കാണാനൊക്കും. അതുകൊണ്ടാണ് ഇതിനകത്ത് മെൻഷൻ ചെയ്യുന്നത് ഇൻഫറൻസ് എഞ്ചിൻ കൂടുതലും വർക്ക് ചെയ്യുന്ന നോളജ് ബേസിനകത്ത് പലപ്പോഴും റൂൾസ് ഇഫ് ദെൻ ഫോമിലായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഡയഗ്രത്തിനകത്ത് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂസർ ഇൻ്റർഫേസിൽ നിന്ന് ഇൻ്ററാക്ഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇൻഫറൻസ് എഞ്ചിനുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഇൻഫറൻസ് എഞ്ചിൻ ഈ പറഞ്ഞ കണക്ക് യൂസർ ഇൻ്റർഫേസിൽ നിന്ന് ഡാറ്റ സ്വീകരിക്കും. അതുപോലെ തന്നെ ഇൻഫറൻസ് എഞ്ചിൻ തിരിച്ച് യൂസർ ഇൻ്റർഫേസ് വഴി യൂസറിന് ചോദ്യങ്ങൾ ചോദിക്കാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൊടുക്കുകയും അതുപോലെ തന്നെ ഇൻപുട്ട് സ്വീകരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ബൈ ഡയറക്ഷണലി കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്ത കമ്പോണൻ്റ് എന്ന് പറയുന്നത് വർക്കിംഗ് മെമ്മറി വിത്ത് കേസ് സ്പെസിഫിക് ഡാറ്റ. വർക്കിംഗ് മെമ്മറി വിത്ത് കേസ് സ്പെസിഫിക് ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ ഈ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ ആവശ്യപ്പെടുന്ന ആൾ ഇൻപുട്ട് ഡാറ്റ കൊടുക്കണം. എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, എന്താണെന്ന് മനസ്സിലാവുന്നില്ല, അതിൻ്റെ മരുന്ന് വേണം എന്നാണ് ഡോക്ടറുടെ കൂടെ പറയുന്നത്. അപ്പോൾ ഇയാൾ ഈ കൊടുക്കുന്ന ഇൻപുട്ട് ഡാറ്റ യഥാർത്ഥത്തിൽ വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു ഭാഗത്ത് കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഡോക്ടറുടെ അടുത്ത് നമ്മളുടെ പ്രിലിമിനറി ആയിട്ട് അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ പറയുമ്പം ഡോക്ടറുടെ ബ്രെയിനിലെ ഒരു ഭാഗത്തേക്ക് നമ്മൾ പറഞ്ഞ ഡാറ്റ കൊണ്ടുപോയി അയാൾ വെക്കും. മറ്റൊരു ഭാഗത്ത് എന്തിരിപ്പുണ്ട്? അയാളുടെ അറിവ് ഇരിപ്പുണ്ട്. അപ്പോൾ ഏത് ഭാഗത്താണോ നമ്മളുടെ കേസ് സ്പെസിഫിക് ആയിട്ടുള്ള ഡാറ്റ കൊണ്ടുപോയി സൂക്ഷിക്കുന്നത് ആ ഭാഗത്തിന് പറയുന്ന പേരാണ് വർക്കിംഗ് മെമ്മറി എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ റാം പോലെ, കമ്പ്യൂട്ടറിനകത്ത് റാം ഇല്ലേ, ഹാർഡ്വെയർ ആണെങ്കിൽ എന്തുവാ, ടെമ്പററി മെമ്മറി പോലെ, അതുപോലെ നമുക്ക് സോഫ്റ്റ്വെയറിനകത്തെ ഒരു കമ്പോണൻ്റ് ആണ് വർക്കിംഗ് മെമ്മറി ടു സ്റ്റോർ കേസ് സ്പെസിഫിക് ഡാറ്റ. കേസ് സ്പെസിഫിക് ഡാറ്റ എന്ന് പറഞ്ഞാൽ അത് മാറി മറിയും. ഇപ്പം കാണിച്ച ഇല്ലെങ്കിൽ ഇപ്പം ആവശ്യപ്പെട്ട പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താൻ ആവശ്യമായിട്ട് കൊടുത്ത ഇൻപുട്ടാണ് വർക്കിംഗ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഇൻക്ലൂഡ്സ് ബോത്ത് ഡാറ്റ പ്രൊവൈഡഡ് ബൈ ദ യൂസർ and partial conclusions along with certainty measures based on this data
ഇൻ എ വർക്കിംഗ് മെമ്മറി. അപ്പോൾ എന്താ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാമിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത്? നമ്മൾ കൊടുത്ത ഇൻപുട്ടും ഉണ്ട്, പിന്നെ പ്രോസസ്സിങ് ചെയ്യുന്ന സമയത്ത് പാർഷ്യലായിട്ടുണ്ടാകുന്ന ചില ഉത്തരങ്ങളുണ്ട്. അത് ഫൈനൽ ആൻസർ അല്ല. അത് പറഞ്ഞതുപോലെ ഡാറ്റ പ്രൊവൈഡ് ചെയ്തു യൂസർ, അതും കൊണ്ടുപോയി വർക്കിംഗ് മെമ്മറിയിൽ വെക്കും. അതുപോലെ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇൻഫറൻസ് എഞ്ചിനും നോളജ് ബേസൂടെ വർക്ക് ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുള്ള ടെമ്പററി ആയിട്ടുള്ള ഡിസിഷൻസും പിന്നെ ആൻസേഴ്സും ഒക്കെ സ്റ്റോർ ചെയ്യുന്നതും ഇതേ വർക്കിംഗ് മെമ്മറി കമ്പോണൻറ്റിലാണ്. അപ്പോൾ വർക്കിംഗ് മെമ്മറി ഒരു റാം പോലെ, കമ്പ്യൂട്ടറിനകത്തെ ഹാർഡ്വെയർ റാം പോലെ ഒരു സോഫ്റ്റ്വെയറിനകത്തെ ഒരു പിന്നെ ഭാഗമായിട്ട് ആക്ട് ചെയ്യും. അവിടാണ് കേസ് സ്പെസിഫിക് ഡാറ്റയും അതുപോലെ തന്നെ ടെമ്പററി റിസൾട്ട്സും സ്റ്റോർ ചെയ്യുന്നത്. അത് ഫൈനൽ ആൻസർ പിന്നെ വരുന്നിടം വരെയാണ് ഈ പറഞ്ഞ ടെമ്പററി ആൻസേഴ്സ് സൂക്ഷിക്കുന്നത്. ഇനി അഞ്ചാമത്തെ കമ്പോണൻറ്റ്, ഇപ്പം നിങ്ങൾ ഡയഗ്രത്തിൽ നോക്കിയാലും കേസ് സ്പെസിഫിക് ഡാറ്റയുമായിട്ട് ബന്ധം ആർക്കൊക്കെ ഉണ്ടെന്ന് നോക്കിയേ. യൂസർ ഇൻ്റർഫേസിന് ഡയറക്റ്റ് ഇല്ല. യൂസർ ഇൻ്റർഫേസിൽ നിന്ന് ഇൻഫറൻസ് എഞ്ചിൻ വഴി, ഇൻഫറൻസ് എഞ്ചിനിൽ നിന്ന് കേസ് സ്പെസിഫിക് ഡാറ്റ ഇരിക്കുന്ന ആ കമ്പോണൻറ്റിലേക്ക് കണക്ഷൻ ഉണ്ട്. ഓക്കെ. ഇനി അപ്പോൾ ഇൻഫറൻസ് എഞ്ചിൻ വഴിയാണ് യൂസർ ഇൻ്റർഫേസിൽ നിന്ന് കൊടുക്കുന്നത്, ഇൻഫറൻസ് എഞ്ചിൻ വഴിയാണ് അവിടെ കൊണ്ടുപോയി വെക്കുന്നത്. അത് ഓർത്തിരിക്കുക. ഇനി കാണുന്നത് എക്സ്പ്ലനേഷൻ സിസ്റ്റം അഥവാ എക്സ്പ്ലനേഷൻ സബ് സിസ്റ്റം എന്നും വിളിക്കാം. ഓൾമോസ്റ്റ് ഓൾ എക്സ്പേർട്ട് സിസ്റ്റം ഹാവ് ആൻ എക്സ്പ്ലനേഷൻ സബ് സിസ്റ്റം which allows the program to explain its reasoning to the user. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇൻഫറൻസ് എഞ്ചിൻ കേസ് സ്പെസിഫിക് ഡാറ്റയും ഈ നോളജ് ബേസുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്ത് ഡിസിഷൻ എടുത്തു. ഈ ഡിസിഷൻ തിരിച്ചാർക്ക് കൊടുക്കും? യൂസറിന് കൊടുക്കും. ഞാൻ നിങ്ങൾ തന്ന കേസിൽ നിന്ന് അല്ല കേസ് ഡാറ്റയിൽ നിന്ന് എൻ്റെ അറിവ് ഉപയോഗിച്ച് പ്രോസസ്സ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരം നിങ്ങൾക്ക് ഇന്ന അസുഖമാണെന്ന്. ഓക്കെ. അതിന് പലതരം ഇൻട്രാക്ഷൻ വേണ്ടി വരും. ഒറ്റ പ്രാവശ്യം കിട്ടിയ ഇൻപുട്ട് ഡാറ്റ ആവണമെന്നില്ല. ആദ്യം നിങ്ങൾ കുറച്ച് ഡാറ്റ കൊടുത്തു, പിന്നെ അതിനുശേഷം ഇത് പ്രോസസ്സ് ചെയ്യുമ്പോൾ അതിന് വീണ്ടും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളോട് വീണ്ടും ചോദ്യം ചോദിക്കും. പിന്നെയും നിങ്ങൾ യൂസർ ഇൻ്റർഫേസ് വഴി ഫർദർ ഡാറ്റ കൊടുക്കും. അതെല്ലാം വർക്കിംഗ് മെമ്മറി പോയിരിക്കുക. അങ്ങനെ നിരന്തരമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് നടന്ന് ഒരു സ്റ്റേജിലെത്തപ്പോൾ സിസ്റ്റത്തിന് ഡിസിഷൻ എടുക്കാൻ ഒക്കുന്ന പരുവമാവും. അപ്പോൾ ഡിസിഷൻ എടുത്തിട്ട് ഡിസിഷൻ ആർക്ക് കാണിച്ചു കൊടുക്കും? യൂസറിന് യൂസർ ഇൻ്റർഫേസ് വഴി കൊടുക്കുകയും ചെയ്യും. കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നൊരു പ്രത്യേകതയുണ്ട് എക്സ്പേർട്ട് സിസ്റ്റത്തിന്. എന്താ നമ്മൾ പഠിച്ചത്? ഈ എക്സ്പേർട്ട് സിസ്റ്റത്തിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനൊക്കും എങ്ങനെയാണ് കൺക്ലൂഷനിൽ എത്തിച്ചേർന്നതെന്ന്. ഇറ്റ് ക്യാൻ എക്സ്പ്ലെയിൻ ദ വേ ഇൻ വിച്ച് ഇറ്റ് ടുക്ക് ഇറ്റ്സ് ഡിസിഷൻ ഓർ ദ പ്രോസസ്സസ് ത്രൂ വിച്ച് ഓർ ദ സ്റ്റെപ്സ് ത്രൂ വിച്ച് ഇറ്റ് റീച്ച് ദ കൺക്ലൂഷൻ. കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾ ആദ്യം പറഞ്ഞത് എന്താ? എനിക്ക് പനിയുണ്ട്, ഛർദിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പനിയുണ്ട്, ഛർദിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇന്ന ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പോൾ നിങ്ങൾ ഈ ഉത്തരം പറഞ്ഞു. ഈ ഉത്തരം കൂടെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചാൻസസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 8 ഡിസീസസിൽ ഏതെങ്കിലും ആകാം. ഞാൻ അതിൽ നിന്ന് അത് 5 ആക്കി കുറയ്ക്കാൻ വീണ്ടും ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന ട്രബിൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ 8ൽ നിന്ന് 5ലേക്ക് ചുരുക്കി. ഈ 5ൽ നിന്ന് സ്പെസിഫിക് ആയിട്ട് ഏതാണ് അസുഖം എന്ന് കണ്ടുപിടിക്കാൻ ഞാൻ ഫർദർ ക്വസ്റ്റ്യൻ ചോദിച്ചു. അങ്ങനെ ലാസ്റ്റിൽ ഒരു പർട്ടിക്കുലർ അസുഖമാണെന്ന് ഈ സോഫ്റ്റ്വെയർ എത്തിച്ചേരും. ഇതെങ്ങനെ എത്തിച്ചേർന്നു എന്നുള്ള എക്സ്പ്ലനേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നതാണ് എക്സ്പ്ലനേഷൻ ഫെസിലിറ്റി എന്ന് പറയുന്നത്. അത് പ്രത്യേക കമ്പോണൻ്റാണ്. ഇൻഫറൻസ് എഞ്ചിനിൽ നിന്ന് നടന്ന ആ പ്രോസസ്സിങ്ങിനെ ബേസ് ചെയ്തിട്ട് എക്സ്പ്ലനേഷൻ ഫെസിലിറ്റി ആ സീരീസ് ഓഫ് സ്റ്റെപ്സ് നിർമ്മിച്ചെടുക്കുകയും അത് യൂസർ ഇൻ്റർഫേസ് വഴി യൂസറിന് കാണുകയും ചെയ്യാം. ഡിസിഷനും കാണാം, എക്സ്പ്ലനേഷനും കാണാനൊക്കെ. ഓക്കെ. ഇനി നോളജ് ബേസ് എഡിറ്റർ എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റും നിങ്ങൾക്ക് നടുക്കായിട്ട് കാണാം. എന്തുവാ നോളജ് ബേസ് എഡിറ്റർ എന്ന് പറഞ്ഞാൽ? നിങ്ങൾ മനസ്സിലാക്കണം, ഇപ്പം മെഡിക്കൽ സയൻസ് ആയാലും അനുദിനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 3 വർഷം മുമ്പുള്ള ഇൻഫർമേഷനേക്കാളും കൂടുതൽ പുതിയ ഇൻഫർമേഷൻ ആയിരിക്കും ഇപ്പോൾ പല ജേർണൽസ് വഴി പുറത്തിറങ്ങുന്നത്. അപ്പോൾ ഓരോ അസുഖത്തെക്കുറിച്ചുള്ള പുതിയ സിംറ്റംസ്, അതിൻ്റെ വേരിയേഷൻസ്, ഇതെല്ലാം നമുക്ക് എപ്പോഴും ബ്രെയിനിൽ അപ്ഡേറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ഡോക്ടേഴ്സ് ആണെങ്കിൽ പോലും റിഫ്രഷ്മെൻറ്റ് കോഴ്സിനുകളും അല്ലെങ്കിൽ സെമിനാർസിനും കോൺഫറൻസിനും ഒക്കെ പോയി സ്വന്തം അറിവ് പല മേഖലകളിലും ഇമ്പ്രൂവ് ചെയ്യുന്നത്. അത് പറയുന്നത് പോലെ ഈ എക്സ്പേർട്ട് സിസ്റ്റത്തിനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യണം. 5 വർഷം മുമ്പ് ഉണ്ടാക്കിയ എക്സ്പേർട്ട് സിസ്റ്റം ഒരു അപ്ഡേഷനും ഇല്ലാതെ ഉപയോഗിക്കാൻ ഒക്കത്തില്ല. അതിനെ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് അപ്ഡേറ്റ് ചെയ്യേണ്ടത്? ആർട്ടിഫിഷ്യൽ സിസ്റ്റം അല്ലേ? അതിൻ്റെ നോളജ് ബേസിനകത്തെ പല റൂൾസുകൾ അപ്ഡേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ പുതിയ റൂൾസ് ആഡ് ചെയ്യണം, ചില റൂൾസ് ഡിലീറ്റ് ചെയ്ത് കളയണം. അങ്ങനെ ഡിലീഷൻ, അഡീഷൻ, അപ്ഡേഷൻ ഓഫ് നോളജ് ഇൻ ദ നോളജ് ബേസ് ഹാസ് ടു ബി ഡൺ. അതെങ്ങനെയാണ് ചെയ്യുന്നത്? ഇപ്പോൾ യൂസർ ഇൻ്റർഫേസ് വഴി ഡയറക്റ്റ്
നമുക്ക് ഇൻഫറൻസ് എഞ്ചിൻ വഴി അല്ല അത് ചെയ്യുന്നത്. അതിന് വേണ്ടി പ്രത്യേകമായ ഒരു കമ്പോണൻറ്റ് ഇരിപ്പുണ്ട്. അതിനെ പറയുന്ന പേരാണ് നോളജ് ബേസ് എഡിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ ഈ നോളജ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്ററാണ് ഈ ഒരു ഫെസിലിറ്റി ഉപയോഗിക്കുന്നത്. സാധാരണ ആൾക്കാരും സാധാരണ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന സാധാരണ യൂസറും ഇത് ഉപയോഗിക്കാറില്ല. അപ്പോൾ അതിൽ പിന്നെ നോളജ് എഞ്ചിനീയർ ആയിരിക്കും പലപ്പോഴും യൂസർ ഇൻ്റർഫേസ് വഴി ഇതിനകത്ത് കടന്ന് നോളജ് ബേസിൽ മാറ്റം വരുത്തുന്നത്. അത് ഫ്രീക്വൻ്റ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സല്ല, പക്ഷേ ചെയ്യാനൊക്കും. ആ അപ്ഡേഷൻ സാധ്യമാക്കി തരുന്ന കമ്പോണൻ്റ് ആണ് നോളജ് ബേസ് എഡിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ ഇതേ എക്സ്പേർട്ട് സിസ്റ്റം ആർക്കിടെക്ചറിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഡോട്ടഡ് ലൈൻസ് വെച്ചിട്ട് ഏതാനും ചില കമ്പോണൻസിനെ ഗ്രൂപ്പ് ചെയ്തതായിട്ട് കാണാം. നിങ്ങൾ ഡയഗ്രത്തിൽ സൂക്ഷിച്ച് നോക്കിക്കുകയും ആ ഡയഗ്രത്തിനകത്ത് യൂസർ ഇൻ്റർഫേസ്, എക്സ്പ്ലനേഷൻ സിസ്റ്റം, ഇൻഫറൻസ് എഞ്ചിൻ, നോളജ് ബേസ് എഡിറ്റർ, ഇത്രയും ഭാഗങ്ങളെ ഞാൻ ഡോട്ടഡ് റെക്റ്റാങ്കിൾ ഉപയോഗിച്ച് ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. അതിന് വിളിക്കുന്ന പേര് എക്സ്പേർട്ട് സിസ്റ്റം ഷെൽ എന്നാണ്. അപ്പോൾ ഷെല്ലെന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ 4 കമ്പോണൻറ്റും, ഷെല്ലിന് പുറമെയാണ് നോളജ് ബേസും അതുപോലെ കേസ് സ്പെസിഫിക് ഡാറ്റ സ്റ്റോർ ചെയ്ത വർക്കിംഗ് മെമ്മറി. ഈ 4 കമ്പോണൻസിനെ ഗ്രൂപ്പ് ചെയ്ത് മാറ്റി ഒരു പ്രത്യേക പേരിൽ നമ്മൾ നോട്ട് ചെയ്യും. അതിന് പറയുന്ന പേരാണ് എക്സ്പേർട്ട് സിസ്റ്റം ഷെൽ. അതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കിയേ. വൺ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് എക്സ്പേർട്ട് സിസ്റ്റംസ് ആർ ഹാവിങ് എക്സ്പേർട്ട് സിസ്റ്റം ഷെൽ. ദേ യൂഷ്വലി separate domain specific knowledge from more general purpose reasoning and representation techniques. The general purpose component in dotted box is referred to as expert system shell. ഇത് എന്തിനാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് ഈ എക്സ്പേർട്ട് സിസ്റ്റം ഷെൽ എന്ന് പറയുന്നത് പലപ്പോഴും ഒരു പർട്ടിക്കുലർ യൂണിറ്റ് പോലെ നമുക്ക് പിന്നെ എക്സ്പേർട്ട് സിസ്റ്റത്തിനകത്ത് നമുക്ക് മാറ്റി കാണാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ തന്നെ ഒരു എക്സ്പേർട്ട് സിസ്റ്റം ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഇപ്പം പൈസ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധാരാളമായിട്ട് എക്സ്പേർട്ട് സിസ്റ്റം ഷെല്ല് വാങ്ങിക്കാൻ കിട്ടും. എന്നിട്ട് നിങ്ങൾ എന്താ ആകെ ചെയ്യേണ്ടുന്നത്? എക്സ്പേർട്ട് സിസ്റ്റം ഷെല്ല് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പിന്നെ നിർമ്മിക്കുന്ന എക്സ്പേർട്ട് സിസ്റ്റം ഏത് ഡൊമെയിനിലാണോ ആ ഡൊമെയിനിന് ആവശ്യമായിട്ടുള്ള നോളജ് ബേസ് മാത്രം നിങ്ങൾ നിർമ്മിച്ചാൽ മതി. അപ്പം നോളജ് ബേസ് ആണ് വളരെ സ്പെസിഫിക്. ഏതിന്? പ്രോബ്ലമായിട്ട്. നിങ്ങൾ നിർമ്മിക്കാൻ പോകുന്ന പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താനാണല്ലോ എക്സ്പേർട്ട് സിസ്റ്റം ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോളജ് ബേസ് നിർമ്മിച്ചാൽ മതി. എക്സ്പേർട്ട് സിസ്റ്റം ഷെല്ല് ഇനി പ്രോഗ്രാം ചെയ്തൊന്നും ഉണ്ടാക്കണ്ട. ഈ ഷെല്ല് വാങ്ങിച്ച് ഈ നോളജ് ബേസ് നിങ്ങൾ സ്വന്തമായിട്ട് നിർമ്മിച്ചതുമായിട്ട് പ്രോപ്പറായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കണക്ട് ചെയ്ത് എടുത്താൽ മതി. അതുകൊണ്ടാണ് ഈ എക്സ്പേർട്ട് സിസ്റ്റം ഷെല്ലിനെ ഒരു യൂണിറ്റായിട്ട് ഡോട്ടഡ് ലൈനിൽ കാണിച്ചിരിക്കുന്നത്. നമുക്ക് പലപ്പോഴും എക്സ്പേർട്ട് സിസ്റ്റം ഷെല്ല് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾ തന്നെ ഒരു എക്സ്പെരിമെൻ്റൽ PGക്കോ അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിനോ പോകുമ്പോൾ ഒരു പ്രോജക്റ്റായിട്ട് എക്സ്പേർട്ട് സിസ്റ്റം നിർമ്മിക്കാനായിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പലപ്പോഴും ഷെൽസ് നമുക്ക് ഉപയോഗിച്ച് നിങ്ങൾ തന്നെ ഒരു നോളജ് ബേസ് നിർമ്മിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഒരു എക്സ്പേർട്ട് സിസ്റ്റം ആക്കി ഒരു പ്രോജക്റ്റായിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ ഒക്കുന്നതാണ്. അതാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇപ്പം നോളജ് ബേസ് ഡൊമെയിൻ സ്പെസിഫിക് നോളജ് ആണ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ. അത് പ്രത്യേകമായിട്ട് മാറ്റിയിരിക്കുന്നു. ബാക്കി എല്ലാത്തിനെയും കൂടെ ഗ്രൂപ്പ് ചെയ്ത് എക്സ്പേർട്ട് സിസ്റ്റം ഷെല്ലാക്കിയിട്ടുണ്ട്. അവിടാണ് പിന്നെ കുറച്ചുകൂടെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത്. അതായത് ഇൻഫറൻസ് മെക്കാനിസം ചെയ്യാനായിട്ടുള്ള പ്രോഗ്രാം, അതുപോലെ തന്നെ എക്സ്പ്ലനേഷൻ പറയാനുള്ള പ്രോഗ്രാം, ഇതെല്ലാം ഡൊമെയിൻ സ്പെസിഫിക് അല്ല. അതുകൊണ്ടാണ് അതിനെ സെപ്പറേറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് ക്ലാസ്.